ഇന്ന് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് നല്ല നെയ്പ്പത്തിൽ ഉണ്ടാക്കിയാലോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളൊരു പാത്രത്തിലോട്ട് 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞങ്ങളിപ്പോൾ AC കുക്കുമ്മലാണ് വെച്ചിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയൊരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും അതുപോലെ തന്നെ 5-6 ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവ് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങയുടെ അരിപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് ലൂസാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇട്ട് കൊടുക്കണമായിരുന്നു. ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കണം. ഇനി ഓരോ ബോൾസും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മൂടിയോ അല്ലെങ്കിൽ വല്ല കപ്പോ ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തിയാൽ നമുക്കിതുപോലെ വട്ടത്തിൽ കിട്ടും. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഓരോ നെയ്പ്പത്തിൽ നമുക്ക് ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി അപ്പുറത്തെ സൈഡും കൂടി ആയാലും നമുക്കിതുപോലെ ഒന്ന് കോരി മാറ്റാം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള നെയ്പ്പത്തിലും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നമുക്ക് ഇതുപോലെ നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.